നമസ്കാരം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പഴയ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ തികട്ടി വരുന്നു. സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. പറ്റുമെങ്കിൽ പുതിയ സർക്കാരിനെ കൊണ്ട് MSCയുടെ മറ്റൊരു കപ്പലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് താരതമ്യേന എല്ലാവരും മറന്ന വിഷയം, ചിലർ ഭൂതക്കണ്ണാടിയും എടുത്ത് തീരപ്രദേശങ്ങൾ തോറും സഞ്ചരിച്ച് എൽസാത്രിയിൽ നിന്ന് പുറപ്പെട്ട പ്ലാസ്റ്റിക് തീരപ്രദേശങ്ങളിൽ മുഴുവനുണ്ട്. ഇപ്പോഴും ആ പ്രശ്നം തീർന്നിട്ടില്ല എന്ന് ചിലർക്ക് സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ സ്ഥാപിക്കുന്നവർ ക്യാബിനറ്റ് ബ്രീഫിംഗിനിടയിൽ മുഖ്യമന്ത്രിയോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം വരെ തേടും. എന്തിനാണ്? അടുത്ത ഒരു കപ്പലിനെ കൂടി അറസ്റ്റ് ചെയ്ത് തരണം. ഞങ്ങൾക്ക് നിലപാട് വ്യക്തമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് MSC. എന്റെ കണക്ക് അടുത്ത് വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ 957 അല്ലെങ്കിൽ 58 കപ്പൽ ഇപ്പൊ എത്തിക്കാണ്. 958 കപ്പലിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്രയും കപ്പലുകളെ തുടർച്ചയായിട്ട് ഈ പറയുന്ന 23 മാസത്തിനിടയ്ക്ക് നമ്മുടെ തുറമുഖത്ത് അയച്ച ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപകനാണ്. ഞങ്ങൾ നിക്ഷേപകരുടെ ഭാഗത്താണ്. കേരളം കുപ്രസിദ്ധി ആർജിച്ചത് എങ്ങനെയാണ്? നിക്ഷേപകരെ വിരട്ടി ഓടിക്കുക എന്നുള്ളിടത്താണെങ്കിൽ ഞങ്ങൾ നിക്ഷേപകരോടൊപ്പമാണ്. അതുപോലെ തന്നെ ന്യായമായ കാര്യങ്ങൾക്ക് തൊഴിലാളികളോടും ഒപ്പമാണ്, പൊതുജനങ്ങളോടും ഒപ്പമാണ്. അങ്ങനെ MSC എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചോടിക്കണം എന്ന് കരുതി ആരുടെയെങ്കിലും അജണ്ടകൾ എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നേരിടാൻ തയ്യാറാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കയ്യൂക്കും കാലൂക്കും ഒന്നുമല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. നമ്മുടെ EDയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയൊന്നുമല്ല. കണക്കുകളും വസ്തുതകളും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ പോരാടിയത്. അതുപോലെ തന്നെ പോരാട്ടം തുടരും. ഇവിടെ 2 റിപ്പോർട്ടുകൾ തരാം. കോവളത്ത് പോകുമ്പോൾ നല്ലവണ്ണം കണ്ണ് നല്ലവണ്ണം നേരെ നോക്കി നടക്കണം. ക്യാമറകൾ നല്ലവണ്ണം വസ്തുതകൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കണം. 2 റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് 2 അവതരിപ്പിക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് വിഷയമാണ്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം. ഒരു റിപ്പോർട്ട്, ഈ കടൽ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി വലയിട്ടാൽ തിരിച്ചു വരുന്ന മുഴുവൻ ബഹുഭൂരിപക്ഷവും പ്ലാസ്റ്റിക്കും ഒരല്പം മീനും. ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കെ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വലിയ വായിൽ നിലവിളിക്കുകയാണ്, എല്ലാത്തരം പ്ലാസ്റ്റിക്കും ഞങ്ങളുടെ വലകളിൽ കുടുങ്ങുന്നു, ഒരു മത്സ്യവും കിട്ടുന്നില്ല. അവരാരും MSCയുടെ പ്ലാസ്റ്റിക് നേർഡിൽസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവർ ഈ നാട്ടുകാർ കൊണ്ടിടുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിലാപം രേഖപ്പെടുത്തുമ്പോൾ മറുവശത്ത് വേറൊരു റിപ്പോർട്ട് ലെൻസും കൊണ്ടുപോയി തീരപ്രദേശത്ത് എവിടെയാണ് പ്ലാസ്റ്റിക് നേർഡിൽസ് ഉണ്ടെന്ന് തപ്പിപ്പെറുക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് MSCക്കെതിരെ നടപടിയെടുക്കണം. അപ്പൊ ഇങ്ങനെ 2 റിപ്പോർട്ടുകൾ ഒരേ സമയത്ത് കോവളം എന്ന് പറയുന്ന തീരത്ത് തന്നെ, 2ഉം കോവളമാണ്. കരിമണൽ, നല്ലവണ്ണം കരിമണൽ അവിടെ കാണാം. എന്തായാലും 2 റിപ്പോർട്ട് ഒരേ സ്ഥലത്തു നിന്നുള്ള 2 വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കണ്ടപ്പോ ഇപ്പോഴും MSCയെ പിടിച്ചു കെട്ടാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ സെയിലിംഗ് കമ്മിറ്റിയും ഈ നാട്ടുകാരും ഉണ്ട് എന്നുള്ള വിവരം കൂടി ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും ഈ റിപ്പോർട്ട്, 2 റിപ്പോർട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അവർക്ക് അയച്ചു തരാം. രണ്ടാമത്തത്, ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തരികയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. 20 ലക്ഷം കടന്നു, 20 ലക്ഷം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു. അതിനകത്ത് 18 മാസം എന്നുള്ള ഒരു കണക്ക് കണ്ടപ്പോൾ എനിക്കൊരു സംശയമായി. 18 മാസം 20 ലക്ഷം TU കണ്ടെയ്നറുകൾ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ നേട്ടവുമായി വീഴുന്നു. വേഗം തന്നെയാണ്, അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ 18 മാസം എങ്ങനെയാണെന്നുള്ളത് ഒരു സംശയം വരുന്നു. ആരോടും തർക്കത്തിനില്ല. സെയിലിംഗ് കമ്മിറ്റിയുടെ കണക്ക് നിരത്താം. ഫിനാൻഷ്യൽ ഇയർ 25 എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ മാസം മുതൽ സാൻ ഫെർണാണ്ടോ വന്നത് മുതൽ ഈ പറയുന്ന
958, ഇപ്പൊ 958, 59 ഒക്കെ ആയിട്ടുണ്ടാവും. 958 ആകുമ്പോൾ 958 ആകുമ്പോഴേ ഉള്ളൂ 20 ലക്ഷം തികയുക. അതെങ്ങനെയാണ് 20 ലക്ഷം തികയുന്നത്? ഫിനാൻഷ്യൽ ഇയർ 25, 2024 ജൂലൈ മുതൽ 2025 മാർച്ച് വരെയുള്ള കണ്ടെയ്നറുകളുടെ ശരാശരി കണക്കെടുത്താൽ കപ്പൽ ഒന്നിനെ ഹാൻഡിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് 2018.16 കണ്ടെയ്നർ. അടുത്ത വർഷം ഫിനാൻഷ്യൽ ഇയർ 26 ഈ മാർച്ച് വരെ ശരാശരി ഒരു കപ്പൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് 2157.64. ഒരല്പം കൂടിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ വർഷം ജൂലൈ മുതൽ തുടർച്ചയായിട്ട് കപ്പൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 2 വർഷത്തെയും ശരാശരി എടുക്കുമ്പോൾ ഒരു കപ്പലിൽ 2087.16 ഇന്ന് വരെയുള്ള കപ്പലുകളുടെ പെർഫോമൻസ്. 2087.16. അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ 20 ലക്ഷം കണ്ടെയ്നർ തികയണമെങ്കിൽ 958 കപ്പലുകൾ എത്തണം. ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ 57 കപ്പലാണ്. AS ആൽവ 957, 956 MSC സീന. ഈ 2 കപ്പലും ബർത്തിലുണ്ട്. 958 പ്രേക്ഷകർ ഇത് കാണുമ്പോൾ 958 59 ആയിട്ടുണ്ടാവും. അപ്പൊ ധൈര്യമായിട്ടും 20 ലക്ഷം കണ്ടെയ്നർ ഇപ്പോഴാണ് പിന്നിട്ടതെന്നാണ് സെയിലിംഗ് കമന്ററിയുടെ കണക്ക്. കുറച്ചുകൂടെ നേരത്തെ പിന്നിട്ടു എന്ന് മറ്റു പലരും അവകാശപ്പെടുന്നുണ്ട്. തർക്കത്തിനല്ല. എന്തായാലും 18 മാസം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. ജൂലൈ മുതലാണെങ്കിൽ ഇപ്പോൾ 23 മാസമാണ്. മെയ് മാസമാകുമ്പോൾ ഈ മാസത്തോടുകൂടി 23 മാസമാണ്. വസ്തുതകളായിട്ട് തന്നെ പോകണം. കാരണം ഇത് ഇനി വലിയ വലിയ റെക്കോർഡുകളിലോട്ട് പോകുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എന്തായാലും 20 ലക്ഷം പിന്നിടുന്നു എന്നുള്ളതൊരു വലിയ കുതിപ്പാണ്. പക്ഷെ കപ്പലുകളുടെ എണ്ണവും മാസങ്ങളുടെ എണ്ണവും കൂടി കൃത്യമായി രേഖപ്പെടുത്തി പോകണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. വേഗമേറിയ നേട്ടം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ആ വേഗത വേണ്ടേ? ആദ്യമായിട്ടാണ് ഓമനക്കുട്ടൻ നമ്മുടെ TRVയിൽ നിന്ന്, പോർട്ടിൽ നിന്ന് പുറത്തു വന്ന ഒരു കണ്ടെയ്നർ, അക്ഷരാർത്ഥത്തിൽ പുറത്തു വന്ന ഒരു കണ്ടെയ്നർ. അപ്പോൾ നമ്മൾ ഇനി ആദ്യമായിട്ട് പുറത്തു വന്ന കണ്ടെയ്നർ എന്ന് പറയാൻ പറ്റുമോ? ചരക്കിറക്കി കണ്ടെയ്നർ പുറത്തു വന്നു. അപ്പോൾ കണ്ടെയ്നർ പുറത്തു നിന്ന് അകത്തോട്ട് പോയി അവിടെ ഡിസ്ചാർജ് ചെയ്തു. കപ്പലിലോട്ടല്ല, അവിടെ തന്നെ കണ്ടെയ്നർ പുറത്തിറങ്ങി. ആ കണ്ടെയ്നർ നമ്മുടെ ഓമനക്കുട്ടൻ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ 7/4/26 ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ട കണ്ടെയ്നറാണ്. ഇത് യാത്രാ ദൂരമോ ദിവസമോ അല്ല ഈ വിഷയം. 7/4/26 ഷാങ്ഹായിൽ പുറപ്പെട്ടു. ഷാങ്ഹായ്, സിംഗപ്പൂർ, TRV, കൊച്ചി. ഇവിടെ വിഷയം ഈ കാർഗോ, ഈ കണ്ടെയ്നറിൽ വന്ന കാർഗോയുടെ ഉടമസ്ഥൻ അദാനി ഗ്രൂപ്പാണ്, പോർട്ടാണ്. ആ കണ്ടെയ്നർ 4:05 ബെർത്തിൽ വന്ന കപ്പൽ വന്നിട്ട് ബെർത്തിലടുത്തു, വാർഫിൽ ഇറക്കി വെച്ചു. അവിടെ ആ പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്, ബെർത്തിലേക്കോ വാർഫിലേക്കോ എവിടെയെങ്കിലും ഉള്ള സാധനമാണ്. പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല, കണ്ടെയ്നർ തുറക്കാൻ പറ്റുന്നില്ല. ഗേറ്റ് കടക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും കണ്ടെയ്നർ തുറക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ നിയമം. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ടെയ്നർ അടുത്ത കപ്പലിൽ കയറ്റിവിട്ട് കൊച്ചിയിലിറങ്ങി തിരിച്ചിവിടെ എത്തിയപ്പോ 23 ദിവസമാണ് അധികം എടുത്തത്. 23 ദിവസം ഇവിടെ ഇരുന്ന കണ്ടെയ്നർ, പോർട്ടിലേക്ക് തന്നെ ആവശ്യമുള്ള സാധനം, എന്നിട്ട് പോലും തുറക്കാൻ പറ്റാത്തതാണ് കടുകട്ടിയായ നമ്മുടെ സംവിധാനം. അതുകൊണ്ട് വീണ്ടും കപ്പലിൽ കയറ്റി കൊച്ചിയിൽ പോയി കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ നഷ്ടപ്പെട്ടത് 23 ദിവസമാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേഗമേറിയ നേട്ടവുമായി വിഴിഞ്ഞം എന്ന് പറയുന്നിടത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ചായക്കടയുണ്ട്, വലതുവശത്തൊരു ചായക്കടയുണ്ട്. 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോയി സമരം ചെയ്ത കാലത്ത് കണ്ട അതേ ചായക്കട, അതേ അവസ്ഥയിൽ വിറക് വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കി. LPGയുടെ ദാരിദ്ര്യ കാരണമൊന്നുമല്ല, അന്നും വിറകാണ്, ഇന്നും വിറകാണ്. എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറക്കാത്തത് കാരണം ഒരു മാറ്റവുമില്ലാത്ത ഒരു ചായക്കട ഗേറ്റിന് പുറത്തുണ്ട്. ഇതാണ് ഇത്രയും വമ്പൻ 20 ലക്ഷം കണ്ടെയ്നർ വന്ന ഒരു തുറമുഖം ഈ നാട്ടുകാർക്കും നഗരത്തിനും ഗ്രാമത്തിനുമൊക്കെ
നൽകിയ സംഭാവന എന്നുകൂടി ബന്ധപ്പെട്ടവർ ഈ അവസരത്തിൽ ഈ നേട്ടത്തിന്റെയും വേഗമേറിയ ഓട്ടത്തിന്റെയും ഇടയിൽ സാധാരണ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ കാര്യം കൂടി ഒന്ന് കണ്ടുപോകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.